നമസ്കാരം. വിശാഖം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 20 വളരെ അനുകൂലമായ ഒരു ദിവസമായി തന്നെ മാറും. ഏപ്രിൽ 20 മുതൽ കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. അതിന് കാരണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചന്ദ്രൻ വൃശ്ചികം രാശിയിലാണ് ഉള്ളത്. ഏപ്രിൽ 20 ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതുമാണ്. ആ സമയത്ത് ഇടവം രാശിയിലുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി ചന്ദ്രന് മേൽ പതിയുന്നതുമാണ്. അങ്ങനെ രാജയോഗങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ശക്തമായ രാജയോഗം രൂപം കൊള്ളുന്നതാണ്. ഏപ്രിൽ 23 വരെ ചന്ദ്രൻ മകരത്തിലായിരിക്കും. ഈ സമയം നിരവധിയാർന്ന നേട്ടങ്ങളാണ് കടന്നു വരിക. പല കാര്യങ്ങളും ഈ സമയം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കും. പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങൾ ഈ സമയം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം ഗം ഗണപതയേ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗം ലാഭകരമായി ഭവിക്കുന്ന സമയമായിരിക്കും എന്നതാണ് വാസ്തവം. ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ചന്ദ്രൻ ഉള്ളത്. വ്യാഴത്തിന്റെ ദൃഷ്ടി ചന്ദ്രനിൽ പതിയുന്നതോടെ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗത്തിന്റെ നേട്ടങ്ങളാണ് അനുഭവഭേദ്യമാവുക. തന്മൂലം നിരവധിയാർന്ന നേട്ടങ്ങൾ പ്രധാനമായും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി ഭവിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം. ബുദ്ധിക്ഷമത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഏകാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പഠനത്തിൽ വളരെയധികം മികവ് പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അതിന്റെ നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനകാര്യങ്ങളിൽ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ടതും അനിവാര്യമാണ്. കൈകളിലേക്ക് വന്ന് ചേരുന്നതായ ധനം പല വഴികളിലൂടെയും നഷ്ടമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെലവിന്റെ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. വീട്ടുകാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ സന്തോഷകരവും സമാധാനപൂർണവുമായ ജീവിതം വീട്ടിൽ വന്ന് ചേരുന്നതാണ്. അത്തരത്തിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. മാതാപിതാക്കൾക്ക് മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷം, അഭിമാനം തോന്നുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദാമ്പത്യം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ കൂടുതൽ മധുരിതമാക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ അനുകൂലമായ ഫലങ്ങൾ, ഭാഗ്യം, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ഭവിക്കുന്ന ദിവസമായി തന്നെ മാറും. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗം വളരെയധികം അനുകൂലമായ ഫലങ്ങൾ, ഭാഗ്യം നൽകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ വന്ന് ചേരാവുന്ന സമയം കൂടിയാണ് ഇത്.
പല സ്രോതസ്സുകളിൽ നിന്നായി സാമ്പത്തിക നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അപ്രതീക്ഷിതമായി ധനലാഭം, ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. വരുമാനം വർദ്ധിക്കുവാൻ, വരുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പലരുടെയും ഉപദേശങ്ങൾ, മാർഗദർശനങ്ങളും ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരാം. ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം, ലാഭകരമായി തീരാം. ഭാവിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ നൽകാവുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങൾ കൂടുതൽ തൃപ്തികരമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, പുരോഗതി, സ്ഥിരത വന്ന് ചേരുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പലവിധ ടെൻഷനുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുഭവ സമ്പത്ത് പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം തുണയ്ക്കുന്നതാണ്. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുകയും സന്തോഷകരമായ നിമിഷങ്ങൾ, ഭാഗ്യം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ സന്തോഷകരമായ കാര്യങ്ങൾ, അതല്ല ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഗജകേസരി യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏപ്രിൽ 20 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായും അനുഭവപ്പെടുന്നതാണ്. ഇവർക്ക് ഭൗതിക സുഖങ്ങൾ കൂടുതലായും അനുഭവിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. ആഡംബരപൂർണമായ വസ്തുക്കൾ, വളരെ കാലമായി ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ അഥവാ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വളരെയധികം കഠിനാധ്വാനം ചെയ്തതായ ചില കാര്യങ്ങൾക്ക് പരിശ്രമത്തിന് ഉചിതമായ ഫലം ലഭിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ മികവ് പ്രകടിപ്പിക്കുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ തെളിയുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങളും കടന്നു വരാം. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. തർക്കങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രണയ ജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി മാറുന്ന സമയമാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. പങ്കാളിയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കാം. അത് ധനപരമായ നേട്ടങ്ങളിലോ തൊഴിൽപരമായ നേട്ടങ്ങളിലേക്കോ നയിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ, കേൾക്കുവാൻ ആഗ്രഹിച്ചതായ ചില വാർത്തകൾ പോലും ഈ സമയം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. എടുക്കുന്നതായ തീരുമാനങ്ങൾ ഈ സമയം ശരിയാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം വർദ്ധിക്കുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ദിവസം തന്നെയാകുന്നു.